കുടുങ്ങാശ്ശേരി കടേക്കുരിശിങ്ങൽ റോഡിലെ തകർന്നുകിടക്കുന്ന 200 മീറ്ററോളം ഭാഗം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് പുനർനിർമ്മാണം നടത്തുന്നതിനായി കുത്തിപ്പൊളിച്ചെങ്കിലും സാൻജോ ലൈൻ മുതൽ കാവുങ്കൽ വെളി വരെയുള്ള ഭാഗങ്ങളാണ് ഒഴിവാക്കപ്പെട്ടത്. ഫണ്ട് തികഞ്ഞില്ലെന്നാണ് ബന്ധപ്പെട്ടവരുടെ ന്യായം. വെള്ളക്കെട്ടിൽ നീന്തി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് കാൽനടയാത്രക്കാർ. സ്ത്രീകളും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരാണ് പിള്ളേരും സ്കൂൾ പിള്ളേരെല്ലാവരും പോണ വഴി, വേറൊരു വഴിയില്ല. നെടുങ്ങാടൊന്നും എത്ര ആൾക്കാർ പോകാൻ ആകെ ഒരു വെള്ള വഴിയാണിത്. ഇത് നന്നാക്കാൻ എത്ര നാളായി ഇത് പറയാൻ ആരുമില്ല. ഇതിന് ആക്കി എന്തെങ്കിലും പറ്റിയത് സംഭവിച്ചതിന് ശേഷം വരും. അത്ര നാളിങ്ങനെ തന്നെ കിടക്കുള്ളൂ. ഓരോ വിഷയം ഓരോ നന്നാക്കി വരുമ്പോഴത്തേനും ഓരോ വിഷയം ഇതായിരുന്നു. ഇതിപ്പോ പറഞ്ഞ ടൂ വീലറാരും സ്കൂൾ പിള്ളേർ എത്ര പിള്ളേരാണ് ഇതിലേ പോണത്. കുഞ്ഞു പിള്ളേർ വരെ ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയും എല്ലാം പോണ ഈ വഴി തന്നെയാണ്. ഇത് നന്നാക്കി കിട്ടിയാൽ രക്ഷപ്പെടും. വെള്ളമൊഴിഞ്ഞാൽ പൊടിശല്യം മൂലം സമീപ വീട്ടുകാർ ദുരിതത്തിലുമാണ്. 5 വാർഡുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിന് ഓണത്തിനു മുൻപ് പരിഹാരം കാണുമെന്ന പഞ്ചായത്ത് ഭരണസമിതി നൽകിയ ഉറപ്പ് പാഴായതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് CPI കുടുങ്ങാശ്ശേരി ബ്രാഞ്ച് ആവശ്യപ്പെട്ടു. നായരമ്പലം പഞ്ചായത്തിന്റെ നെടുങ്ങാട് പ്രദേശത്തേക്കുള്ള ഒരു പ്രധാന റോഡാണിത്. കുടുങ്ങാശ്ശേരി നെടുങ്ങാട് റോഡ്. ആ റോഡിന്റെ 1/2 കിലോമീറ്ററിൽ ഏറെ ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയതാണ്. അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിരുന്നത് ഇവിടെ പടിഞ്ഞാറ് ഭാഗം വരെ ഏകദേശം 200 മീറ്ററോളം കൂടി പെടും. ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് കൂടി ഉൾപ്പെടുന്നതായിരുന്നു. പണി തുടങ്ങി JCB വന്ന് പഴയ റോഡെല്ലാം മാന്തി റെഡിയാക്കി ഇട്ടിട്ട് രണ്ടാമത് കിഴക്കേറ്റം മുതൽ പണി തുടങ്ങി ഈ കാണുന്ന ഭാഗത്ത് വന്ന് പണി നിർത്തി. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പഴയ ബഡ്ജറ്റിൽ നിന്നും കൂടുതൽ പൈസ ആ ഭാഗത്ത് ചിലവായതുകൊണ്ട് ഇങ്ങോട്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇതിനടുത്ത് തന്നെ സപ്ലിമെൻ്റ് എസ്റ്റിമേറ്റ് ഇട്ട് ബഡ്ജറ്റ് പണം പാസ്സാക്കി ചെയ്യുന്നതാണ്. 1.5 മാസത്തിനുള്ളിൽ പണി തീർക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ചോദിക്കുമ്പോൾ കോൺട്രാക്ടർക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് അധികൃതരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളതാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ നടന്നിട്ട് അഴിമതിയാണ് ഇതിൻ്റെ പ്രധാന വിഷയം. കുട്ടികളും നിരവധി നെടുങ്കാട്ടേക്കുള്ള യാത്രക്കാർ ഭൂരിഭാഗം നടന്ന് പോകുന്ന കാൽനടക്കാരും ടൂ വീലറുകാരും ഉപയോഗിക്കുന്ന റോഡാണിത്. ആ റോഡിലെ ഈ ശോചനീയാവസ്ഥ തീർക്കുന്നതിന് നടപടി പഞ്ചായത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.